بسم الله الرحمن الرحيم. ألف لام ميم. أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. أم حسب الذين يعملون السيئات أن يسبقونا ساء ما يحكمون. من كان يرجو لقاء الله فإن أجل الله لآت وهو السميع العليم. ومن جاهد فإنما يجاهد لنفسه إن الله لغني عن العالمين. والذين آمنوا وعملوا الصالحات لنكفرن عنهم سيئاتهم ولنجزينهم أحسن الذي كانوا يعملون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1339 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 29-ാമത്തെ അധ്യായമായ സൂറത്തുൽ അൻകബൂത്തിൻ്റെ ആമുഖമാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. അഹസിബൻ നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ وهم لا يفتنون ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. أم حسب الذين يعملون السيئات أن يسبقونا ساء ما يحكمون. من كان يرجو لقاء الله فإن أجل الله لآت وهو السميع العليم. ومن جاهد فإنما يجاهد لنفسه إن الله لغني عن العالمين. صدق الله العلي العظيم. സൂറത്തുൽ അൻകബൂത്തിലെ ആദ്യത്തെ 6 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 29-ാമത്തെ അധ്യായമായ സൂറത്തുൽ അൻകബൂത്തിന്റെ പഠനം ആരംഭിക്കുകയാണ് നമ്മൾ ഇന്ന്. കഴിഞ്ഞ ദിവസം സൂറത്തുൽ ഖസസിന്റെ പഠനം നമ്മൾ പൂർത്തിയാക്കുകയുണ്ടായി. അതിനെ തുടർന്ന് 1-2 സെഷനുകളിലായിട്ട് ആ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളും ചർച്ചയുമൊക്കെയായിട്ട് ആ സൂറത്തിന്റെ പഠനം കൂടുതൽ ഫലപ്രദമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ 29-ാമത്തെ അധ്യായമായ അൽ അൻകബൂത്തിലാണ്. അൽ അൻകബൂത്ത്, ചിലന്തി, അതല്ലെങ്കിൽ എട്ടുകാലി എന്നൊക്കെ പറയുന്ന ഒരു ചെറുജീവി ഉണ്ടല്ലോ, അതിന്റെ പേരാണ് അറബി ഭാഷയിൽ അൽ അൻകബൂത്ത് എന്ന്. വല നെയ്ത് കൂടുണ്ടാക്കുന്ന കെട്ടിടങ്ങളുടെയും വൃക്ഷങ്ങളുടെയും ഒക്കെ ഇടയിൽ താമസം
കണ്ടെത്തുന്ന ഒരു ചെറിയ ജീവിയാണ് അങ്കബൂത്ത്. പലപ്പോഴും മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മനുഷ്യാനുഭവങ്ങളും അവരുടെ ജീവിത ഗുണപാഠങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിലയിരുത്തലിനും നമ്മൾ പരിഗണിക്കാറുള്ള ഒരു കൊച്ചു ജീവിയാണ് അങ്കബൂത്ത്, സ്പൈഡർ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഈ സൂറത്തിലെ 41-ാമത്തെ ആയത്തില് അള്ളാഹു വളരെ ശ്രദ്ധേയമായ ഒരു ഉപമ നടത്തുന്നുണ്ട്. ആ ഉപമ അടങ്ങിയിട്ടുള്ള ഈ 41-ാമത്തെ ആയത്തില് അൽ അങ്കബൂത്ത് എന്നൊരു പരാമർശം വരുന്നത് കാണാൻ കഴിയും. മസലുല്ലദീന തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയ കമസലിൽ അങ്കബൂത്ത് എന്നൊരു പരാമർശം. അങ്ങനെ ഒരു പരാമർശം വരുന്ന സൂറത്ത് എന്നുള്ള നിലക്കാണ് അൽ അങ്കബൂത്ത് എന്ന് ഈ സൂറത്തിന് പേര് ലഭിക്കുന്നത്. ഈ സൂറത്തിന്റെ പേര് അൽ അങ്കബൂത്ത് എന്നാണ്. സൂറത്തുൽ ബഖറക്ക് അൽ ബഖറ എന്ന പേര് ലഭിച്ചതുപോലെ, അതുപോലെ തേനീച്ചയെ കുറിച്ച് പരാമർശമുള്ള സൂറത്തിന് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പേര് ലഭിച്ചതുപോലെ ഈ സൂറത്തിലും ഒരു അടയാളപ്പെടുത്തൽ എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ അൽ അങ്കബൂത്ത് എന്ന വാക്ക് പരാമർശിക്കപ്പെടുന്ന സൂറത്ത് എന്ന അർത്ഥത്തിലാണ് ഈ സൂറത്തിന് ആ വിധത്തിൽ പേര് നൽകപ്പെട്ടിട്ടുള്ളത്. സ്പൈഡറിനെ കുറിച്ച് വിശദമായ പ്രതിപാദ്യം വരുന്ന, അല്ലെങ്കിൽ അതിന്റെ പല വശങ്ങളും വിശദമാക്കുന്ന, അത് മുഖ്യ വിഷയമായിക്കൊണ്ടുള്ള ഒരു സൂറത്താണ് ഇത് എന്നല്ല. മറിച്ച് അങ്കബൂത്ത് എന്ന ജീവിയെ ഒരു പരാമർശത്തിന് വിധേയമാക്കുന്നുണ്ട് ഈ സൂറത്തിൽ എന്നതിനാൽ ആ പരാമർശം മുൻനിർത്തിക്കൊണ്ട് ഈ സൂറത്തിന് അങ്ങനെ ഒരു പേര് നൽകപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ പല സൂറത്തുകളിലെയും ഇത്തരം സാന്ദർഭികമായ പരാമർശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആ സൂറത്തുകൾക്ക് അങ്ങനെ പേര് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ പ്രക്ഷുബ്ധതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സൂറത്തിന്റെ അവതരണം. 69 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. മക്കയില് എത്യോപ്യയിലേക്കുള്ള പലായനം കഴിഞ്ഞതിനെ തുടർന്നുള്ള കൂടുതൽ സങ്കീർണവും അതുപോലെ കൂടുതൽ പ്രക്ഷുബ്ധതകൾ നിറഞ്ഞതുമായ ഒരു ജീവിതഘട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മക്കയിൽ അവശേഷിക്കുന്ന മുസ്ലിങ്ങളെയും സംബന്ധിച്ചിടത്തോളം നാട്ടിലെ അവരുടെ അവസ്ഥ വളരെ പരിതാപകരമായതാണ്, പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്, പ്രതിസന്ധികൾ കൊണ്ട് വലയപ്പെട്ടതാണ്. ഇതാണ് ഈ സൂറത്തിന്റെ അവതരണത്തിന്റെ പൊതുവായുള്ള പശ്ചാത്തലം. അപ്പോ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു സത്യവിശ്വാസ മാർഗത്തിലേക്ക് വരാൻ സന്നദ്ധരായ ആളുകൾക്ക് ഗുണകരമാകുന്ന വിധത്തില് ചില കാര്യങ്ങൾ അവരെ കേൾപ്പിക്കുകയാണ്. അതോടൊപ്പം നിഷേധത്തിന്റെ നിലപാടുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മക്കയിലെ ബഹുഭൂരിപക്ഷം ആളുകളെയും അവര് ഏറ്റവും ബോധ്യപ്പെടേണ്ടതും മനസ്സിലാക്കേണ്ടതും ഒക്കെയായ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായ താക്കീത് നൽകുകയും ചെയ്യുകയാണ് ഈ സൂറത്തിൽ എന്ന് കാണാൻ കഴിയും. താക്കീതിനോടൊപ്പം തന്നെ എത്ര പരിതാപകരമാണ് അവരുടെ നിലവിലുള്ള അവസ്ഥ എന്നുകൂടി അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ സൂറത്തിന്റെ തലക്കെട്ടായ അൽ അൻകബൂത്ത് എന്ന പരാമർശം വരാൻ കാരണമായ അല്ലെങ്കിൽ പരാമർശം അടങ്ങിയിട്ടുള്ള 41-ാമത്തെ ആയത്ത് തന്നെ
ഈ നിഷേധികളുടെ അങ്ങേയറ്റം പരിതാപകരമായ അവസ്ഥ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോ പ്രത്യക്ഷത്തിൽ അവര് ഭൗതികാർത്ഥത്തില് വിജയിച്ചവരോ മുന്നേറിയവരോ അല്ലെങ്കിൽ പല നേട്ടങ്ങളും എടുത്തു പറയാൻ പറ്റുന്നവരൊക്കെ ആയിരിക്കാം. പക്ഷെ ആത്യന്തികമായ വിലയിരുത്തലിൽ അവര് ശരിക്കും വളരെ പ്രകടമായി തന്നെ പരാജയം സംഭവിച്ച ആളുകളാണ്. അവരുടെ ജീവിതം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം നഷ്ടമായ ഒരവസ്ഥയിലാണ് ഉള്ളത്. ഈ ഒരു കാര്യം ഈ സൂറത്തിൽ മുഖ്യമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അപ്പോ 69 ആയത്തുകൾ അടങ്ങിയിട്ടുള്ള ഈ സൂറത്ത് മക്കയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിന്റെ ഏറ്റവും സങ്കീർണമായ അതിന്റെ മൂർധന്യതയിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ അവതരിച്ച സൂറത്തുകളിൽ ഒന്നാണ്. എത്യോപ്യയിലേക്കുള്ള പലായനം, സത്യവിശ്വാസികളുടെ പലായനം ഈ സൂറത്തിന്റെ അവതരണത്തിന്റെ ഒരല്പം മുമ്പാണ് നടക്കുകയുണ്ടായത്. ഈ സൂറത്തിലെ 56 മുതൽ 60 വരെയുള്ള ആയത്തുകളിൽ അതിലേക്കുള്ള സൂചനകൾ നൽകപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എത്യോപ്യയിലേക്കുള്ള ഹിജ്റ നടന്ന ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല. അല്ലെങ്കിൽ പലരും സങ്കല്പിക്കുന്ന പോലെ മദീനയിലേക്കുള്ള ഹിജ്റ നടക്കാനിരിക്കുന്ന ഘട്ടത്തിലുമല്ല. മറിച്ച് എത്യോപ്യയിലേക്കുള്ള ഹിജ്റ നിർവഹിക്കപ്പെട്ട് വളരെയൊന്നും കഴിയുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ കൂടി വരുന്ന വിധത്തിലാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. ആ മക്കയിലെ ആ പശ്ചാത്തലത്തിലാണ് ഈ സൂറത്തിലെ പല പരാമർശങ്ങളും നമ്മൾ വിലയിരുത്തേണ്ടത്. ഈ സൂറത്തില് ചിലയിടങ്ങളിൽ വിശ്വാസപരമായ കാപട്യത്തെ പരാമർശിക്കുന്നുണ്ട്. അത് കാരണമായിട്ട് പലരും കരുതുന്നത് കപടവിശ്വാസികൾ രംഗത്ത് വരുന്നത് മദീനയിലാണല്ലോ, ഹിജ്റയ്ക്ക് ശേഷമാണല്ലോ. അതുകൊണ്ട് ഈ സൂറത്ത് ഹിജ്റയ്ക്ക് ശേഷം അവതരിച്ചതാവാനാണ് സാധ്യത എന്ന വിധത്തിൽ അവരതിനെ നോക്കിക്കാണുന്നു. പക്ഷെ അത് ചരിത്ര വസ്തുതകളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മദീനയിൽ അവതരിച്ച സൂറത്താവാൻ സാധ്യതയുണ്ട് എന്ന വിധത്തിൽ അവര് ഈ സൂറത്തിനെ നോക്കി കാണുന്നത്. കാരണം എന്താന്ന് പറഞ്ഞാൽ മക്കയിലെ ഒരു പ്രത്യേക തരം വിശ്വാസപരമായ കാപട്യം ആണ് ഇവിടെ അഭിസംബോധന ചെയ്യപ്പെടുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഹക്ക് ബോധ്യപ്പെട്ടതിന് ശേഷവും അത് വെളിപ്പെടുത്താതെ സത്യമാർഗം സ്വീകരിക്കുന്നതിന് പരസ്യമായി രംഗത്ത് വരാതിരിക്കുകയാണ് പല ആളുകളും. അതിന്റെ കാരണം അങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ അവര് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ, ഒറ്റപ്പെടല്, നാട്ടിലെല്ലാവരാലും കൈയൊഴിയപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നത്, അവരുടെ സാമ്പത്തികമായ സ്രോതസ്സുകൾ അടഞ്ഞു പോകുന്നത്, സമൂഹത്തിൽ അവർക്കുണ്ടായിരുന്ന അംഗീകാരം നഷ്ടപ്പെടുന്നത്, അവരുടെ കച്ചവട സംരംഭങ്ങൾക്ക് വേണ്ട പിന്തുണ സ്വന്തം നാട്ടുകാരിൽ നിന്ന് ലഭിക്കാതെ പോകുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവര് വിശ്വാസമാർഗത്തിലേക്ക് വരാതെ മടിച്ചു നിൽക്കുകയാണ്. ബുദ്ധിപരമായി യുക്തിപരമായി ഒക്കെ ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ ഏകത്വമെങ്കിലും അത് പ്രഖ്യാപിക്കുവാനും അത് പഠിപ്പിച്ച പ്രവാചകനെ സത്യപ്പെടുത്തുവാനും സന്നദ്ധരാവാതെ അവര് മടിച്ചു നിൽക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഭൗതിക താല്പര്യങ്ങൾ കാരണം മനസ്സിൽ ഉറഞ്ഞുകൂടിയിട്ടുള്ള കാപട്യമാണ് എന്നതാണ് വസ്തുത. ഈ ഒരു കാര്യമാണ് മക്കയിൽ അവതരിച്ച ഈ സൂറത്തില് കാപട്യത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് അള്ളാഹു ലക്ഷ്യം വെക്കുന്നത് എന്നത്
സൂക്ഷ്മമായി വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരെ പിടികൂടുന്നത് അവരുടേതായി ഇപ്പോ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളൊക്കെ തന്നെ നഷ്ടപ്പെടും എന്ന ഭയമാണ്. ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി അവർക്ക് ഇപ്പോൾ ഉള്ള പല പ്രിവിലേജസും നഷ്ടപ്പെടും എന്നതാണ് അവരെ ആശങ്കയുള്ളവരാക്കുന്നത്. അപ്പോ അള്ളാഹു ഇതിന് ഒരു വ്യക്തമായ പോംവഴി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബോധ്യപ്പെട്ട യുക്തിഭദ്രമായ വിശ്വാസം പ്രഖ്യാപിക്കാനും അതിനു വേണ്ടി നിലകൊള്ളാനും സന്നദ്ധരാവാതെ ആളുകള് നിലകൊള്ളുമ്പോ യഥാർത്ഥത്തിൽ അവര് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നഷ്ടപ്പെടുത്തുന്നത്. പ്രാതികൂല്യങ്ങൾ എന്ത് തന്നെയായാലും വിശ്വാസം നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നതിനേക്കാൾ ദൗർഭാഗ്യകരമായിട്ട് യാതൊന്നുമില്ല. അവർക്ക് അള്ളാഹുവിന്റെ മാർഗത്തില് സ്വാസ്ഥ്യത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഇടങ്ങളിലേക്ക് പലായനം ചെയ്യാം എന്നത് അവരുടെ മുന്നിലുള്ള ഒരു ഓപ്ഷനാണ്, ഒരു സാധ്യതയാണ്. എന്നാൽ വിശ്വാസം വേണ്ട എന്ന് വെക്കുകയോ കൈവരിച്ചിട്ടുണ്ടായിരുന്ന വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്നത് ഏറ്റവും ദൗർഭാഗ്യകരമായ, ഏറ്റവും പരിതാപകരമായ കാര്യമാണ് എന്ന ഒരു സംഗതിയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ആ ഘട്ടം മുസ്ലിങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന അതികഠിനമായ മർദ്ദന പീഡനങ്ങൾ കാരണമായിട്ട് ചരിത്രത്തിൽ തന്നെ വളരെ വേറിട്ട് നിൽക്കുന്ന, ശ്രദ്ധ പതിയുന്ന ഒരു കാലഘട്ടമാണ്. ഇസ്ലാമിനോടുള്ള വിരോധം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരസ്കാരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിക്കളയുക എന്ന നടപടി തുടങ്ങിയ കാര്യങ്ങള് മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഒക്കെ തന്നെ വളരെ വലിയ പ്രയാസം സൃഷ്ടിക്കുകയുണ്ടായിട്ടുണ്ട്. എന്നാൽ സത്യനിഷേധത്തിന്റെ ഏറ്റവും അനിവാര്യമായ പരിണിതി എന്ന് പറയുന്നത് പരാജയമാണ്. ഭൗതിക ജീവിതത്തിലും പാരിത്രിക ജീവിതത്തിലും പരാജയമല്ലാതെ അത് ഒരാൾക്കും നൽകുന്നില്ല എന്നതാണ് വസ്തുത. ഗാർഹികമായി, കുടുംബപരമായി ഒക്കെ ആ ഘട്ടത്തില് സത്യവിശ്വാസികൾ പല സമ്മർദ്ദത്തിനും വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളോട് കാണിക്കേണ്ട കൂറും വിധേയത്വവും അനുസരണവും ഒക്കെ പലതവണ പരാമർശിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട് മക്കയിൽ അവതരിച്ച സൂറത്തുകളിലായി. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മക്കയിലെ സത്യവിശ്വാസം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന, അല്ലെങ്കിൽ അങ്ങനെ സത്യവിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള യുവതീ യുവാക്കളുടെ മാതാപിതാക്കൾ അവരുടെ മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുകയാണ്. അവർ പറയുന്നത്, നിങ്ങളുടെ ഖുർആനിൽ തന്നെ ഞങ്ങളെ അനുസരിക്കാനും ഞങ്ങൾക്ക് വിധേയപ്പെടുവാനുമാണല്ലോ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരുന്നത്. സമാനമായ സാഹചര്യങ്ങള് നമ്മുടെ നാട്ടിലും പലപ്പോഴും ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ നേരിട്ടത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതിയിൽ വരെ കയറി ഇറങ്ങേണ്ടി വന്ന ഒരു ഇസ്ലാം സ്വീകരണ സംഭവം നമ്മളൊക്കെ ഓർക്കുന്നതാണ്. അന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ നിറയെ ഓരോരുത്തരും മാതാപിതാക്കളോട് കാണിക്കേണ്ട വിധേയത്വത്തിന്റെയോ അവർക്ക് നൽകേണ്ട അനുസരണത്തിന്റെയോ കാര്യം പറഞ്ഞുകൊണ്ട് സ്രഷ്ടാവായ റബ്ബിനെ കൈയൊഴിയാനാണ് അതുമായി ബന്ധപ്പെട്ട വ്യക്തിയെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നത് വളരെ വിചിത്രമായൊരു കാഴ്ചയാണ്. അള്ളാഹു ഈ വിഷയത്തിൽ ആരോടൊപ്പം നിലകൊള്ളുകയാണ് വേണ്ടത് എന്നത് ഈ സൂറത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. സൂറത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ഈ വിഷയങ്ങൾ കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. പല ഗോത്രങ്ങളും തങ്ങളുടെ യുവാക്കളും യുവതികളും ഒക്കെയായ മക്കളോട്
അവര് ജീവിതത്തിന്റെ ആത്യന്തികതയെ മുൻനിർത്തിക്കൊണ്ട് എന്തുകൊണ്ട് അവര് സത്യപാതയിൽ നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ അവര് പ്രതികരിക്കുന്നത് നിങ്ങളുടെ രക്ഷയുടെയും സംരക്ഷണത്തിന്റെയും കാര്യമൊക്കെ ഞങ്ങൾ ഏറ്റു. അള്ളാഹു എന്നല്ല ആര് തന്നെയാണെങ്കിലും അവരുടെ മുന്നിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങളെ പിന്തുണച്ചുകൊണ്ട് നിന്നാ മതി എന്ന വിധത്തിലാണ് ഈ ഗോത്രത്തലവന്മാരും അതുപോലെ വിശ്വാസമാർഗത്തിലേക്ക് തിരിയുന്ന യുവതി യുവാക്കളുടെ മാതാപിതാക്കളും അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ വളരെ മൂഢമായ വളരെ അസ്വീകാര്യമായ കാര്യങ്ങളാണ് ഈ ഗോത്രത്തലവന്മാരും ഈ മുതിർന്ന ഈ മാതാപിതാക്കളും ഒക്കെ തന്നെ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ജീവിതം എന്താണ് എന്നത് തെളിമയോടെ വ്യക്തതയോടെ മനസ്സിലാക്കിക്കൊണ്ട് തന്റെ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് വിധേയപ്പെടുക എന്നത് തന്നെയാണ്. യാതൊരു സംശയവുമില്ലാത്തൊരു കാര്യമാണ്. ഈ മാർഗത്തിലാണ് പൂർവിക പ്രവാചകന്മാര് അവരെ പിൻപറ്റിയ ആളുകളും ഒക്കെ തന്നെ വളരെ വലിയ ക്ലേശങ്ങളും പീഡനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നത്. അവരവസാനം ദൈവിക സഹായം കൈവരിച്ചവരായി, ദൈവിക സഹായം നേടിയവരായി വിജയത്തിലേക്ക് മുന്നേറുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ഐഹികാർത്ഥത്തിലാണെങ്കിലും അതുപോലെ പാരത്രിക ലോകത്തെ വിജയത്തെ പരാമർശിക്കുന്ന വിധത്തിലായാലും ജീവിത വിജയം കൈവരിക്കാൻ ആ ക്ലേശങ്ങളും പീഡനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയ ആളുകൾ അവരുടെ വിശ്വാസ മാർഗത്തിൽ ഉറച്ചു നിന്നപ്പോ അള്ളാഹുവിന്റെ സഹായത്താൽ അവർക്ക് സാധിച്ചു എന്നതാണ് അള്ളാഹു വെളിപ്പെടുത്തുന്ന വസ്തുത. എന്നാൽ നിഷേധത്തിന്റെ മാർഗം തിരഞ്ഞെടുക്കുന്നവര് സത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കപടമായി അസത്യത്തിന്റെ ആളുകളായി നിലകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ, ഇവരെ സംബന്ധിച്ചിടത്തോളം ദൈവിക ശിക്ഷ വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. അത് അവര് ഭയപ്പെടുന്ന പോലെ ഉടനെ സംഭവിക്കുന്നില്ല എന്നതിന്റെ അർത്ഥം ഒരിക്കലും തന്നെ അത്തരം ദൈവിക ശിക്ഷ അവരെ തേടി എത്തുകയില്ല എന്നല്ല. അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള ആ അജല് പൂർത്തിയായിട്ടില്ല എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. നിങ്ങള് ദൈവിക ശിക്ഷ അല്ലെങ്കിൽ ദൈവിക നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ വല്ല സംശയവുമുള്ള ആളുകളാണെങ്കിൽ അള്ളാഹു എത്രയോ തലമുറകളെ, എത്രയോ സമൂഹങ്ങളെ തന്റെ നടപടിക്ക് വിധേയമാക്കിക്കൊണ്ട് നശിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് പിന്നിട്ട കാലങ്ങളിൽ എന്ന കാര്യം മനസ്സിലാക്കുക. നശിപ്പിക്കപ്പെട്ട സമുദായങ്ങള് അവരെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിന്റെ അടയാളങ്ങളാണ്. അവര് ഏറ്റുവാങ്ങേണ്ടി വന്ന ദൈവികമായ നടപടി അത് അവരുടെ എന്ത് തരത്തിലുള്ള നിലപാട് കാരണമായിട്ടാണ് അവരുടെ മേൽ അത്തരം നടപടികൾ അനിവാര്യമായത് എന്നത് ചരിത്ര വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ കാര്യം ബോധ്യപ്പെടും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും വ്യക്തികളുടെ കാര്യത്തില് അല്ലെങ്കിൽ സമൂഹത്തിന്റെ കാര്യത്തില് അവരുടെ നിഷേധമോ ധിക്കാരമോ കാരണമായി ഉടനെ ശിക്ഷാ നടപടികളിലേക്ക് പോകുന്നില്ല എന്ന് കാണുന്നുവെങ്കിൽ അത് അള്ളാഹു അവർക്ക് അനുവദിച്ചു കൊടുത്ത സമയം ആകാത്തത് കൊണ്ട് മാത്രമാണ് എന്ന് മനസ്സിലാക്കുകയേ വേണ്ടതുള്ളൂ. ഇത്തരം അസഹ്യമായ പീഡനങ്ങളും ക്ലേശങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം കൈവെടിയുക എന്നതല്ല അവർക്ക് സ്വീകരിക്കാവുന്ന ഒരു വഴി. മറിച്ച് അവര് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന അവരുടെ താമസയിടം, അവരുടെ നാട്, ആ നാട് ഉപേക്ഷിച്ചുകൊണ്ട് വിശ്വാസപരമായ കാര്യങ്ങളില് ശാന്തതയോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ പറ്റുന്ന മറ്റ് ഭൂപ്രദേശങ്ങളിലേക്ക് പോവുക എന്നതാണ്, ഹിജ്റ ചെയ്യുക എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിലുള്ള ഒരേ ഒരു ഓപ്ഷൻ, ഒരേ ഒരു പോംവഴി. അപ്പൊ നിഷേധികളോടായിട്ട് ഈ സൂറത്തിന്റെ അവസാനത്തില്
അള്ളാഹു ഊന്നിപ്പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ഏകത്വവും പാരത്രിക ജീവിതവും ഒക്കെ തന്നെ പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങളുടെ പിൻബലത്തില് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പ്രകൃതിയിലെ പല പ്രതിഭാസങ്ങളും ആലോചനാശേഷിയുള്ള ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു കാര്യം, ഇതിന്റെ പുറകില് ഏകനായ ഒരു ആസൂത്രകൻ ഉണ്ട് എന്നതാണ്. അതുപോലെ പ്രകൃതിയിലെ പല പ്രതിഭാസങ്ങളും നിരന്തരം ആവർത്തിച്ച് സംഭവിക്കുന്നത് നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും, മരണാനന്തരം എല്ലാവരും പുനർജീവിപ്പിക്കപ്പെടുന്നു എന്ന വസ്തുത ഖുർആൻ മുന്നോട്ട് വെക്കുന്ന, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന ഈ ആശയം, അത് വളരെ ലളിതമായി മാത്രം, വളരെ ലളിതമായി സംഭവിക്കാവുന്ന ഒരു കാര്യം മാത്രമാണ്. നിർജീവമായ ഭൂമിയിൽ അള്ളാഹു മഴ വർഷിപ്പിച്ചിട്ട് അവിടെ ജീവന്റെ തുടി കൊട്ടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെയൊക്കെ വളരെ ലളിതവും നിസ്സാരവുമായ രീതിയിൽ അള്ളാഹുവിന് സാധിച്ചെടുക്കാൻ കഴിയുന്ന കാര്യമാണ് മരിച്ചു മണ്ണടിഞ്ഞു പോയ ശരീരവും അസ്ഥികൂടങ്ങൾ പോലും പൂർണ്ണമായി ദ്രവിച്ച് മണ്ണിൽ അലിഞ്ഞു പോയിട്ടുള്ള ആളുകളെ അള്ളാഹുവിന്റെ ഒരൊറ്റ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് മുഴുവൻ പേരും അള്ളാഹുവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സംഗതി, മരണാനന്തര ജീവിതം അല്ലെങ്കിൽ പുനരുജ്ജീവനം എന്ന് പറയുന്ന കാര്യം, അത് വളരെ 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 ലളിതമാണ്. അതുപോലെയുള്ള പ്രക്രിയകൾ ഇവിടെ നിരന്തരം ഭൂമുഖത്ത് അവരുടെ കൺമുന്നിലായിട്ട് അരങ്ങേറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ആലോചിക്കാൻ അവര് സന്നദ്ധരാവാതിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവർക്കത് ബോധ്യപ്പെടാത്തത്. പ്രപഞ്ചത്തിലെ ഇത്തരം തെളിവുകളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ദൂതൻ അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം വസ്തുതാപരമാണോ സത്യമാണോ അല്ലേ എന്നത് അവർക്ക് ആലോചിക്കാവുന്നതും ചിന്തക്ക് വിധേയമാക്കാവുന്നതും ഒക്കെയാണ്. ഈ കാര്യമാണ് അള്ളാഹു വളരെ ഊന്നലോടുകൂടി സത്യനിഷേധികളെ ഈ സൂറത്തിന്റെ അവസാനത്തില് കേൾപ്പിക്കുന്നത് എന്നും കാണാൻ സാധിക്കും. അപ്പോ മക്കയില് ഹിജ്റക്ക് മുമ്പ് എത്യോപ്യയിലേക്കുള്ള പലായനത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഏറെ പ്രതിസന്ധികളും സങ്കീർണതകളും നേരിട്ടുകൊണ്ടിരുന്ന കാലത്ത് അവതരിച്ച സൂറത്തുകളുടെ കൂട്ടത്തിൽ ഒന്നാണ് സൂറത്തുൽ അൻകബൂത്ത്. 69 ആയത്തുകളാണ് ഈ സൂറത്തില് ഉള്ളത്. ഇതിന്റെ മുഖ്യമായ പ്രമേയം എന്താണ് എന്നത് നമ്മൾ കാണുകയുണ്ടായി. അൽ അൻകബൂത്ത് എന്ന 41-ാമത്തെ ആയത്തിൽ വരുന്ന പരാമർശമാണ് ഈ സൂറത്തിന്റെ തലക്കെട്ട് അൽ അൻകബൂത്ത് എന്ന വിധത്തിൽ അംഗീകരിക്കപ്പെടുന്നതിന് നിദാനം. എട്ടുകാലി അല്ലെങ്കിൽ ചിലന്തി എന്നൊക്കെ പറയുന്ന, സ്പൈഡർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആ ജീവിയെയാണ് ഈ പദം കൊണ്ട് പരാമർശിക്കപ്പെടുന്നത്. അതുപോലെയുള്ള കാര്യങ്ങൾ ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പൊതുവായി മനസ്സിലാക്കാം. നമ്മൾ പിന്നിട്ട സൂറത്തുകൾ പലതും, സൂറത്തുൽ ഖസസ് പോലെയുള്ള ഏതാനും സൂറത്തുകൾ ഈ സൂറത്തിന്റെ അൽ അൻകബൂത്തിന്റെ സമാനമായ പശ്ചാത്തലത്തിൽ ഏകദേശം ഒരേ കാലഘട്ടത്തിൽ അവതരിക്കുകയുണ്ടായ സൂറത്തുകളാണ് എന്നുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കി വെക്കുക. ഇത്രയൊക്കെയാണ് ഈ സൂറത്തിന്റെ ആമുഖമായിട്ട്, ഈ സൂറത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിലെ ആയത്തുകളെ അതിന്റെ സാധ്യമാവുന്ന അർത്ഥവ്യാപ്തിയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നാളെ മുതൽ പഠനം ആരംഭിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.